മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപിനെ തകർക്കാൻ യൂട്യൂബേഴ്സ് അടക്കമുള്ളവർ രംഗത്തുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് തിരക്കഥാകൃത്ത് രാകേഷ് രാഘവൻ. ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ. വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം എത്തിയതെങ്കിലും സിനിമ പരാജയമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ചിത്രം തിരിച്ചടി നേരിട്ടതെന്ന് പറയുന്നതിനിടെയാണ് ദിലീപിനുള്ള വ്യക്തിവിരോധത്തിന്റെ പിന്നാമ്പറ കഥകൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. അരവിന്ദിന്റെ അതിഥിക്ക് ശേഷം പല പ്രോജക്റ്റും എന്നെ തേടി വന്നു. അതിനിടയിലാണ് ഈ പ്രോജക്ട് വിനീതുമായി ചർച്ച ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് വർക്കായി. ലാൽ ജോസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ദിലീപിനെ വെച്ച് ചെയ്താൽ നന്നാകുമെന്ന്. അങ്ങനെയാണ് ദിലീപിനോട് കഥ പറയുന്നത്. ദിലീപ് കഥ കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഇഷ്ടമായി സിനിമ നിർമ്മിക്കാമെന്നും പറഞ്ഞു. അഡ്വാൻസും തന്നു. പിന്നീട് കോവിഡ് വന്നു. കേസൊക്കെയായി ചില സാങ്കേതിക തടസ്സം വന്നു. അങ്ങനെയാണ് സിനിമ നീണ്ടുപോയത്. അല്ലെങ്കിൽ 2020 ഇറങ്ങിയ സിനിമയായിരുന്നു പവി കെയർടേക്കർ. നടൻ എന്ന നിലയിൽ ബെസ്റ്റ് പെർഫോമറാണ് ദിലീപ്. ദിലീപ് ചെയ്യാത്ത എന്ത് തമാശയാണ് ഇവിടെയുള്ളത്? ഒരു ആർട്ടിസ്റ്റിന് നർമ്മം തോന്നിയാലേ അയാൾ അത് സ്ക്രീനിൽ അവതരിപ്പിക്കുകയുള്ളൂ. മിമിക്രി ആർട്ടിസ്റ്റായി തുടങ്ങി ഇത്രയും ഹ്യൂമർ സിനിമ ചെയ്ത ഒരാൾക്ക് ചിരിക്കാൻ വല്ലതുമുണ്ടോ സ്ക്രിപ്റ്റിലെന്നായിരുന്നു ചിന്ത. പവി കെയർടേക്കർ ഒരു തമാശ സിനിമയല്ല, ആത്മാവുള്ള പ്രണയ സിനിമയാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മളെ ബഹുമാനിക്കുന്നയാളാണ് ദിലീപ്. നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കും. പുള്ളി പെർഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതേ രീതിയിലേ പുള്ളി ചെയ്യും. ഒരു നടൻ എന്ന നിലയിൽ പുള്ളിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് വന്ന സിനിമയാണ് പവി കെയർടേക്കർ. ഓരോ കാലത്തും ഓരോ തരം സിനിമകളാണ് ആളുകൾ കാണുന്നത്. പ്രേമലവും ആവേശവുമാണ് ഇന്നത്തെ കാലത്ത് സിനിമകളെ നിർവചിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഈ സിനിമകൾ ഇഷ്ടപ്പെടാത്തവരും ഇല്ലേ? ദിലീപ് എന്ന നടനിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില മാനറിസങ്ങളുള്ള സിനിമയാണ് പവി കെയർടേക്കർ. അത് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്റെ ചിന്തയല്ല. സിനിമ റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. സിനിമയ്ക്കെതിരെ വളരെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നിരുന്നു. കേട്ടുകേൾവിയില്ലാത്ത യൂട്യൂബേഴ്സും വ്യാജ പ്രൊഫൈലിൽ നിന്നുള്ള കമന്റുകളും എല്ലാം വന്നു. 2000-ൽ കൂടുതൽ ഫേക്ക് കമന്റുകൾ വന്നു. സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ പൊട്ടുമെന്ന് കമന്റ്സ് വന്നു. സിനിമ റിലീസായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നല്ല കമന്റ്സ് വന്നു തുടങ്ങിയത്. എന്നാൽ ആ ഹേറ്റിനെ എല്ലാം അതിജീവിച്ച് സിനിമ ഓടി. ആ വ്യക്തിയോടുള്ള വ്യക്തിവിരോധം തീർത്തതായിരിക്കാം ഇത്. ദിലീപ് എന്ന പെർഫോമറെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല, പക്ഷേ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആളുകൾ ഏറ്റെടുക്കുമെന്നും പറയുന്നു. ദിലീപിനെ ഒതുക്കാൻ സിനിമാ രംഗത്ത് നിന്ന് ശ്രമം നടന്നിരുന്നുവെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മണക്കാട് അടുത്തിടെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. കൊടുക്കുന്ന കഥാപാത്രം അദ്ദേഹം വൃത്തിക്ക് ചെയ്യും. ദിലീപിനെ സംബന്ധിച്ച് പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് അയാളെ എല്ലാവരും കുറ്റക്കാരനായി കാണുന്നത്. അത് സിനിമാ കരിയറിനെ നല്ല രീതിയിൽ ബാധിച്ചു. ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് കണ്ട ദിലീപിനെ തന്നെയാണ് ഞാൻ ഇന്നും കാണുന്നത്. നമ്മളെയൊക്കെ അദ്ദേഹം ഓർമ്മിക്കും. ആ ഒരു പ്രശ്നമില്ലായിരുന്നുവെങ്കിൽ ദിലീപ് മമ്മൂട്ടിക്ക് മോഹൻലാലിന് മുകളിൽ നിന്ന് മലയാള സിനിമ ഭരിച്ചേനെ. അദ്ദേഹത്തെ ഒതുക്കാൻ ഒരു കോക്കസ് ഉണ്ടായിരുന്നുവെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.